രമേശൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. പെരിങ്ങത്തൂർ കരിയാടുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനാണ് പ്രദേശവാസിയുടെ പേര് നൽകിയത്. എല്ലാത്തിനും കാരണം പുനത്തിൽ രമേശൻ തന്നെ. സ്ഥലം കിട്ടാതെ പ്രതിസന്ധിയിലായപ്പോൾ 2 നില വീടും 9 സെന്റ് സ്ഥലവുമാണ് ആശുപത്രിക്ക് സൗജന്യമായി രമേശൻ നൽകിയത്. ഈ ഹോസ്പിറ്റല് നമുക്ക് ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോകണം. ഇതിനു വേണ്ടുന്ന ആവശ്യമായ കെട്ടിടവുമില്ല, സ്ഥലവുമില്ല, ആരും ഒന്നും കൊടുക്കുന്നില്ല. എത്രയോ കോടീശ്വരന്മാരുള്ളൊരു സദസ്സാണ്. ഞാൻ കോടീശ്വരനൊന്നുമല്ല, അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു വീട് സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ഇരുന്ന സമയത്ത് ഒരുപാട് മാനസിക പ്രയാസങ്ങളുണ്ടായി. ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരോട് ആലോചിച്ചില്ല, ഭാര്യനോട്, മക്കളോട്, അമ്മേനോട് ആരോടും അന്വേഷിച്ചില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ തന്നെ സ്റ്റേജിൽ പോയി പറഞ്ഞു, കുറച്ച് കൊണ്ടുവന്ന് ശൈലടിച്ചെടുക്കുന്ന നന്ദിയെല്ലാം പറഞ്ഞ് ഇനി വിടുന്ന കെട്ടിട സ്ഥലം എൻ്റെ കൈവശമുണ്ടെന്ന് പറഞ്ഞ് ആൾക്കാരെല്ലാം നോക്കുന്നുണ്ട്. സ്റ്റേജിൽ മേലും ഒരുപാട് ആളുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമെന്നല്ലാണ്ട് ഇത്രയും നല്ലൊരു കാര്യം മറ്റാരും ഒന്ന് കൈയടിക്കുക പോലും ചെയ്തില്ല. എല്ലാവരും നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതെന്താ രമേശൻ പറയുന്നത്? വീടും സ്ഥലവും നൽകുമ്പോൾ രമേശൻ മുന്നോട്ട് വെച്ചത് ഒരൊറ്റ നിബന്ധന മാത്രം. എനിക്കൊരു പ്രതിഫലവും വേണ്ട, പക്ഷേ ഇതിൻ്റെ പേര് ഞാൻ നിർദ്ദേശിക്കുന്ന പേര് ഇടണം എന്ന് പറഞ്ഞു. അത് അന്നേരം തന്നെ റംല ടീച്ചർ ചെയർപേഴ്സൺ അംഗീകരിക്കുകയും ചെയ്തു. ഇത്രയും നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് അംഗീകരിക്കണമല്ലോ, അത് നമ്മൾ വെക്കുമെന്ന് പറഞ്ഞു. നവംബർ മാസം 3-ാം തീയതി സർക്കാരും മുനിസിപ്പാലിറ്റി എല്ലാവരും തീരുമാനിച്ച് എൻ്റെ പേര് വെക്കാമെന്നുള്ള തീരുമാനിച്ചപ്പോൾ എന്നെ വിളിച്ചറിയിച്ച് രമേശ് HMC വിളിച്ചിട്ടുണ്ട്, ഇങ്ങനെ എൻ്റെ പേര് വെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് ഔദ്യോഗികമായിട്ട് ലെറ്ററും തന്നു. മുനിസിപ്പാലിറ്റി കൗൺസിൽ ചേർന്ന ലെറ്ററും തന്നു, തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതെല്ലാം തന്നു. അപ്പം 3-ാം തീയതി രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുന്നു. ഇതെല്ലാം ഒരു ദിവസം തീരുമാനിച്ചു. ഞാൻ എൻ്റെ കാര്യം കൃത്യമായിട്ട് ചെയ്തിട്ട് സർക്കാരിലേക്ക് എഴുതി കൊടുത്ത് മുനിസിപ്പൽ സെക്രട്ടറിൻ്റെ പേരിലാണ് എഴുതിയത്. അങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ എഴുതി കൊടുത്തു. രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു. പിറ്റേന്ന് തന്നെ ഞാൻ തന്നെ വെക്കുകയും ചെയ്തു, ബോർഡെല്ലാം വെച്ച്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടാകാം ജീവിച്ചിരിക്കുന്നയാളുടെ പേരിൽ ഒരു സർക്കാർ ആശുപത്രി. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ. ഫെലിക്സ് പുളിക്കൽ പറയും. ഫെലിക്സ്, ഇന്നത്തെ കാലത്ത് ഒരു വീട്, എത്ര സെൻറ്റ് സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ എത്ര വിലയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാലേ. അതിനുവേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അപ്പം ഇങ്ങനെ ഇത് കൊടുക്കാനുള്ളൊരു മനസ്സ് വന്ന് ഇപ്പം അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും സത്യത്തിൽ ഇതെന്താ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ആളുകളല്ലേ, ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ ഇങ്ങനെ കൊടുക്കാൻ. അപ്പം എന്തായാലും അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ വലുതാണ്. അപ്പോൾ അതിന് ഉചിതമായ രീതിയിൽ ആ പേര് വയ്ക്കുക തന്നെ വേണം. എങ്കിലും എങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ ആരും കൈയടിച്ചു പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ വീട്ടുകാരും അങ്ങനെ ഞെട്ടിപ്പോയിണ്ടാവും. എങ്ങനെയാണ് ഈ ആ തീരുമാനത്തോടെ എല്ലാവരും ഒരു പ്രതികരണം ഉണ്ടായത്? ഇപ്പോൾ എത്ര നാളായി ഈ ആശുപത്രി പ്രവർത്തിക്കുന്നു? അദ്ദേഹത്തിൻ്റെ അല്ലാതെ അദ്ദേഹം എന്ത് ചെയ്താണ് ജീവിക്കുന്നത്? ദിവിഷ്, ഇദ്ദേഹം ഒരു അതായത് കരാറുകാരനാണ്. ഈ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചതിന് ശേഷം വീടൊക്കെ നിർമ്മിച്ച് നൽകുന്ന കോൺട്രാക്ട് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ കിട്ടുന്ന സമ്പാദ്യമാണ് ഈ മനുഷ്യൻ്റെ ഏക വരുമാനം. അപ്പോൾ അങ്ങനെ ഈ ചെറുപ്പത്തിൽ വലിയ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് വളർന്നു വന്നൊരു വ്യക്തി ആണ്. അദ്ദേഹത്തിനുള്ളൊരു വീടും സ്ഥലവും, അതായത് 9 സെൻറ്റ് ഭൂമിയും ഒപ്പം തന്നെ 3500 ചതുരശ്ര അടി വിസ്തീർണമുള്ളൊരു 2 നില വീടുമാണ്. ഇതിനേതാണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ 1.5 കോടിയോളം രൂപ വിപണിയിൽ വില വരുന്ന സ്ഥലവും വീടുമാണ് സൗജന്യമായി ഈ സർക്കാർ നൽകുന്ന ഒരു ആശുപത്രി പണിയാൻ. പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ ആരോഗ്യരംഗത്ത് പലയിടങ്ങളിലും ഇത്തരം അനാസ്ഥയുണ്ട്, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ അതൊരു സേവന രംഗത്തൊക്കെ വലിയ രീതിയിൽ മുൻഗണന ലഭിക്കുന്നില്ല എന്ന പരാതിയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ സ്ഥലത്ത്, അതായത് പെരിങ്ങത്തൂർ, പാനൂർ മുനിസിപ്പാലിറ്റിയിലെ പെരിങ്ങത്തൂർ കരിയാട് എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഒരു ആശുപത്രി, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വരാൻ തീരുമാനിക്കുന്നു. അന്ന് KK ശൈലജയാണ് ആരോഗ്യമന്ത്രി. പക്ഷേ സ്ഥലവും വീടോ നൽകാൻ ആർക്കും കഴിയുന്നില്ല. അങ്ങനെ ഒരു സൗകര്യമൊന്നും തന്നെ ലഭിക്കുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ നഷ്ടപ്പെട്ടു പോകും. അതായത് നമ്മുടെ നാട്ടിൽ ഒരു ആശുപത്രി വരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമാണല്ലോ, പ്രത്യേകിച്ച് കേരളം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും. പക്ഷേ അങ്ങനെ നടക്കുന്നില്ലാതെ വന്നപ്പോൾ എന്നാൽ പിന്നെ എൻ്റെ വീടും സ്ഥലവും ഞാൻ നൽകാം എന്ന്, അതും സൗജന്യമായി നൽകാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. ഒരുപാട് ഇത്തരം മേഖലയിൽ സഹായങ്ങൾ ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ്. പല കാര്യങ്ങളിലും അദ്ദേഹം അത് പറയുന്നുണ്ട്. പല സഹായങ്ങളും പലർക്കും ഒരുപാട് ചെയ്തൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും
ഒരു സ്മരണ കൂടി ഉയർത്തിക്കൊണ്ടാണ് ആ പേര് കൂടി ഇടാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം വെക്കുന്നത്. അത് നഗരസഭ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഈ ആശുപത്രി വന്നാൽ പോരാ, ഡോക്ടർമാർ കൂടി വേണം. അപ്പോൾ ഒരു ഡോക്ടറുണ്ട്, പക്ഷേ പലപ്പോഴും ഡോക്ടർ ഇല്ലാത്തൊരവസ്ഥ കൂടി ആശുപത്രി വരുന്നു. കാരണം ഇതിപ്പോൾ അവിടെ കോഴിക്കോടിനോടും കണ്ണൂരും ചേർന്നൊരു പ്രദേശമാണ്. അപ്പോൾ പുഴയൊക്കെ തോണി ഉപയോഗിച്ച് പുഴയൊക്കെ കടന്നാണ് ആളുകൾ ഈ ആശുപത്രി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തി ആശ്രയിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ഷൂട്ട് ചെയ്യാൻ ചെന്നപ്പോൾ തന്നെ ധാരാളം രോഗികളെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അത്രയുള്ളൊരു ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന ഒന്നായി അത് മാറിയിട്ടുണ്ട്. പക്ഷേ ഡോക്ടർമാർ എല്ലാ സമയത്തോടെ ഉണ്ടാകണമെന്നൊരു അഭ്യർത്ഥന കൂടിയാണ് ആ മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് നമ്മളിങ്ങോട്ട് തിരിച്ചു വരാൻ നേരത്ത് അദ്ദേഹം നമ്മളോട് പറയുകയുണ്ടായത്. എന്താണ് അദ്ദേഹത്തിൻ്റെ മറ്റ് ജീവിത മാർഗങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ ഈ ജോലികളൊക്കെ ഇപ്പോൾ കരാർ ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം? തീർച്ചയായിട്ടും കൃഷിയൊക്കെ ഉണ്ട്, ഒരുപാട് കൃഷി, മത്സ്യ വളർത്തൽ, അങ്ങനെ ഒരുപാട് കൃഷിയൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഈ മനുഷ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് ഈ വീടൊക്കെ അല്ലെ കെട്ടിടങ്ങളൊക്കെ കരാറെടുത്ത് നിർമ്മിച്ച് നൽകുക എന്നതാണ്. നേരത്തെ താൽക്കാലികമായി സർക്കാർ ഗവൺമെൻറ് ജോലിയൊക്കെ തന്നെ ചെയ്തിരുന്നു. പലയിടത്തും തൊട്ടടുത്ത് ന്യൂമാഹി പഞ്ചായത്തുണ്ട്, അഴിയൂർ പഞ്ചായത്തുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ചില ജോലികൾ സർവീസിലൊക്കെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ എൻജിനീയറിംഗ് പഠിച്ച് ജോലി, അങ്ങനെ അതാണ് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വരുമാനം. അങ്ങനെ നമ്മൾ ആ സമയത്ത് അവിടെ ചെല്ലുന്ന സമയത്ത് അല്ലേ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങൾ ഒന്ന് തന്നെയാണ് അദ്ദേഹം കൊടുത്തത്. പിന്നെ ഫെലിക്സ് പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഒരാൾ തയ്യാറാകുമ്പോൾ അതിനോടുള്ള അതേ രീതിയിലുള്ള പ്രതികരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്, അല്ലെങ്കിൽ ആ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. കൃത്യമായി അവിടെ ഡോക്ടർമാരെ നിയോഗിക്കുക, അല്ലെ അവിടെ വേണ്ട ജീവനക്കാരൊക്കെ എല്ലാ സമയവും ഉണ്ടാവുക എന്നതുകൂടി ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ്. അതുകൂടി ഉണ്ടായാൽ നന്ന്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നന്ദിയും അറിയിക്കുകയാണ്. ശരി ഫെലിക്സേ.